2026 ഏപ്രിൽ മുതൽ പല പ്രമുഖ വാഹന കമ്പനികളും തങ്ങളുടെ വില പരിഷ്കരണം നടപ്പിലാക്കിയതിന് പിന്നാലെ ഹ്യുണ്ടായിയും ഇപ്പോൾ വില വർധനവിന് ഒരുങ്ങുകയാണ്. ഇന്ത്യയിൽ വിൽക്കുന്ന ഹ്യുണ്ടായിയുടെ മുഴുവൻ മോഡലുകൾക്കും ഈ വില വർധന ബാധകമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. മെയ് മാസം മുതലാണ് ഹ്യുണ്ടായിയുടെ എല്ലാ മോഡലുകൾക്കും 1% വരെ വില വർദ്ധിക്കുക. പുതുക്കിയ വില നിലവിൽ വരുന്നതോടെ ഓരോ മോഡലിലും വകഭേദത്തിനും അനുസരിച്ച് വിലയിൽ മാറ്റങ്ങൾ വരുമെന്നാണ് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നിർമ്മാണ ചെലവിലുണ്ടായ വർധനയാണ് ഈ വില പരിഷ്കരണത്തിന് പ്രധാന കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. റെഗുലേറ്ററി ഫയലിംഗിലാണ് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്തിടെ വിപണിയിലെത്തിയ ഗ്രാൻഡ് i10, നിയോസ് വൈബ് എഡിഷൻ, ക്രെറ്റ സമ്മർ എഡിഷൻ, 2026 വെർണ, എക്സ്റ്റർ എന്നീ മോഡലുകളുടെ വിലയിൽ ഈ മാറ്റം പ്രതിഫലിക്കുമോ എന്നാണ് ഇപ്പോൾ വാഹനപ്രേമികൾ ആശങ്കപ്പെടുന്നത്. പ്രമുഖ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ ജനപ്രിയ SUV ആയ വെന്യുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ മൂന്നാമത്തെ വില വർധനയാണിത്. ജനുവരിയിലും മാർച്ചിലും വെന്യുവിന്റെ വില കമ്പനി ഉയർത്തിയിരുന്നു. റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകളെ അറിയാത്തതായി ആരുമില്ല. ഇരുചക്ര വാഹന വിപണിയിലെ അതികായന്മാരായ റോയൽ എൻഫീൽഡിന് മാറ്റുകൂട്ടുവാൻ ഇതാ സൈലന്റ് മോഡലിലുള്ള കരുത്തൻ മോട്ടോർ ബൈക്കുകൾ എത്തിയിരിക്കുകയാണ്. കമ്പനി തങ്ങളുടെ പുതിയ ഇലക്ട്രിക് ബ്രാൻഡായ ഫ്ലൈയിങ് ഫ്ലീക്ക് കീഴിലുള്ള ആദ്യ മോഡൽ C6 ആണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാരം കുറഞ്ഞ ഫ്ലൈയിങ് ഫ്ലീ ബൈക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയും റെട്രോ ഡിസൈനും ഒത്തുചേരുന്ന ഇരുചക്ര വാഹനമാണിത്. മറ്റ് എൻഫീൽഡ് ബൈക്കുകളെ പോലെ ഭാരവും ശബ്ദവും ഉണ്ടാക്കില്ലെന്നതാണ് പ്രധാന പ്രത്യേകത. മികച്ച പെർഫോമൻസും ചാർജിംഗ് കാര്യക്ഷമതയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇലക്ട്രിക് മോട്ടറും ബാറ്ററി സംവിധാനവും ക്രമീകരിച്ചിരിക്കുന്നത്. സിറ്റി റൈഡുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഡിസൈനും കൈകാര്യം ചെയ്യാനുള്ള എളുപ്പവും ഇതിനെ മറ്റ് ക്രൂയിസർ ബൈക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. എൻഫീൽഡ് ബ്രാൻഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവാണ് ഈ ഇലക്ട്രിക് മോഡൽ. 3.5 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിലാണ് ഫ്ലൈയിങ് ഫ്ലീ 6 നിരത്തിലേക്ക് എത്തുന്നത്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഗിർഡർ ഫോർക്കുകൾ ബൈക്കിന് ഒരു ക്ലാസിക് ടച്ച് കൂടി നൽകുന്നുണ്ട്. ഭാരം കുറയ്ക്കാനായി മഗ്നീഷ്യം അലോയ് ഉപയോഗിച്ചാണ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. നഗരയാത്രകൾക്ക് അനുയോജ്യമായ രീതിയിൽ 150 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഈ ബൈക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ. റൗണ്ട് ഡിജിറ്റൽ TFT ഇൻസ്ട്രുമെന്റ് കൺസോൾ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, നാവിഗേഷൻ, വിവിധ റൈഡിംഗ് മോഡുകൾ, ABS, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും ഫ്ലൈയിങ് ഫ്ലീ 6ൽ ഒരുക്കിയിട്ടുണ്ട്.